കേരള പ്രീമിയർ ലീഗിലെ 69-ാം മത്സര ദിവസം 79-ാമത് മത്സരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ കേരള പോലീസ് ഫുട്ബോൾ ടീം ഗോകുലം കേരള FC-ക്കെതിരെ കളിക്കാനായി ഇവിടെ പയ്യനാട് സ്റ്റേഡിയം മഞ്ചേരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും മത്സരത്തിന്റെ വീറിലേക്ക് വാശിയിലേക്ക് വരുമ്പോൾ കേരള പ്രീമിയർ ലീഗിലെ 79-ാം മത്സര ദിവസത്തിൽ കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ മത്സരത്തിന്റെ തത്സമയ കളി വിവരണവുമായി നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്. എക്സ്പീരിയൻസ്ഡ് ലാഡാണ്. ലാസ്റ്റ് ബോൺ മുൻപത്തെ ഒരു റിലയൻസ് ഡെവലപ്മെന്റ് ലീഗ് അടക്കം കളിച്ചുകൊണ്ടിരുന്ന ബാംഗ്ലൂർ FC-യുടെ മുൻ താരമായിരുന്നു അദ്ദേഹം. എൻ്റെ ബിലാൽ ജോൺസൺ പോലെയുള്ള താരങ്ങളുണ്ട് അവിടെ ഗോകുലം കേരള FC-യുടെ ലൈനപ്പിൽ. അവിടെ പന്തുമായി മുന്നിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയത് സുജിലാണ്. പക്ഷെ എന്തായാലും ഷിജിൻ ആ ടീമുകൾക്ക് പോലും അൺപ്രഡിക്റ്റബിൾ ആണ്. സോ ആ പന്ത് റീഡ് ചെയ്യാൻ കഴിയുന്നതിന് മുൻപ്, ഒന്ന് റിയാക്ട് ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് എതിർ ബോക്സിലേക്ക്, എതിർ പെനാൽറ്റി ഏരിയയിലേക്ക് നല്ല മുന്നേറ്റങ്ങൾ കൗണ്ടർ വഴി എത്തിക്കാൻ സാധിച്ചാൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി സ്ട്രൈറ്റ് ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് ആ പന്ത് എത്തിച്ചേരുന്നു. അവനാണ് ഇത്തവണ ആ ഒരു ഹെഡർ നടത്തുന്നത്. ആൻഡ് അസർ വളരെ സേഫായി ആ ഒരു സിറ്റുവേഷനിൽ സാധിക്കുന്നു. 4-4-2 സുജിൽ ബ്യൂട്ടിഫുൾ, നല്ലൊരു ഡെലിവറി. ആൻഡ് ബോൾ തിരിച്ചു പിടിച്ച് ജോൺസനെ മാർക്ക് ചെയ്യുന്നു. അവിടെ നല്ലൊരു ഓവർലാപ്പിംഗ് റണ്ണാണ് ഇൻഫാക്ട് നടത്തുന്നത്. പെനാൽറ്റി ഏരിയയിൽ നല്ലൊരു ഡെലിവറി ആൻഡ് ഫൈനൽ ഷോട്ട് വലിയ വ്യത്യാസത്തിൽ നിരാശാജനകമായി പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അകത്തേക്ക് ഒരു അനാവശ്യമായ ഫ്രീ കിക്കുകളൊന്നും കൺസീഡ് ചെയ്യാത്തതിന്റെ, അനാവശ്യമായ സെറ്റ് പീസുകളൊന്നും കൺസീഡ് ചെയ്യാത്തതിന്റെ ഏറ്റവും വലിയ കാരണവും അത് തന്നെയാണ്. ഒരു ലോങ് റേഞ്ച് ഷോട്ടിനുള്ള ശ്രമം, എന്തായാലും ഗോൾ കീപ്പറുടെ കൃത്യമായ സേവ് അവിടെ നടത്തപ്പെടുകയാണ് ഗോൾ കീപ്പറുടെ ഭാഗത്തു നിന്ന്. കേരള പ്രീമിയർ ലീഗിലെ ഏറ്റവും നല്ല രണ്ട് ടീമുകൾ തമ്മിലുള്ള ഏറ്റവും നല്ല ഒരു പോരാട്ടത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നു. ബോളുമായി മുന്നിലേക്ക് പോകുന്നു ഷിജിന്റെ നല്ലൊരു റൺ ഇൻസൈഡ് ദി പെനാൽറ്റി ഏരിയ, 18 യാർഡ് ഏരിയയിൽ ആ പന്ത് നേരെ വെച്ച് നീട്ടുന്നത് വീണ്ടും അമനിലേക്കാണ്. അമനിന്റെ ഷോട്ട് വരുന്നു. വീണ്ടും ഷിജിന്റെ ആ ഒരു സെക്കൻഡ് ബോൾ വിൻ ചെയ്തുള്ള ഷോട്ട് അത്ര പവർ ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഓൺ ടാർഗറ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അമനിലേക്ക് ആ പന്ത് വെച്ച് നീട്ടി ഡമ്മി റണ്ണിനെ തടഞ്ഞു വെക്കുന്ന 3 താരങ്ങൾ ഒരേപോലെ തന്നെയാണ്. ഷിജിന്റെ കയ്യിലേക്ക് ബോൾ കിട്ടിയ സമയത്ത് 3 കേരള പോലീസ് താരങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ ഒരു 1 മീറ്റർ സർക്കിളിലുള്ളത്. വീണ്ടും ഗോകുലിന്റെ മുന്നേറ്റം. ഗോകുൽ സ്ക്വയർ ചെയ്യുന്നു ആ ബോളിനെ. നല്ലൊരു ഓപ്പണിംഗ് ആണ് അവിടെ തുറന്നെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. നല്ലൊരു സിറ്റർ ഓപ്പർച്യൂണിറ്റി അവിടെ മിസ് ചെയ്യുകയാണ്. വീണ്ടും സജീഷിന് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അവിടെ ഒരു നേരെ ഒരു ഷോട്ട് വന്നു. ആ ഷോട്ട് അവിടെ തടുത്തിട്ട ഗോൾ കീപ്പറുടെ അഭിജിത്തിന്റെ മുന്നേറ്റം, അഭിജിത്തിന്റെ ത്രൂ പാസ്, നല്ല ഒന്നാം തരം ഒരു ഡെലിവറിയാണ് ഇത്തവണ കൊടുക്കുന്നത്. ആൻഡ് ആ ബോള് തിരിച്ചു വിൻ ചെയ്ത് നന്ദു പെനാൽറ്റി ഏരിയയിലേക്ക് നല്ലൊരു റിക്കവറി റണ്ണ് നടത്തുന്നു. അവിടെ ഒരു ഫൗളിന് വേണ്ടിയിട്ടുള്ള അപ്പീൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അവിടെ ഒരു ക്ലീൻ ടച്ച് ആണ് എന്ന് തന്നെയാണ് ഓൾമോസ്റ്റ് തോന്നുന്നത്. യെസ്, അവിടെ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. കാര്യമായ കോണ്ടാക്ട് യാതൊന്നും തന്നെ അവിടെ വലിയ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കേരള പോലീസിന്റെ ഡിഫൻസീവ് ലൈൻ ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ ഡ്യൂട്ടി പൂർത്തിയാക്കുന്നു. ആൻഡ് ഫുൾ ടൈം മത്സരം അവസാനിക്കുമ്പോൾ ഫുൾ ടൈം കേരള പോലീസ് ഫുട്ബോൾ ക്ലബ് നിൽ ആൻഡ് ഗോകുലം കേരള FC നിൽ, രണ്ടുപേരും 0-0 എന്ന നിലയിൽ ഈ ഒരു മത്സരം അവസാനിപ്പിക്കുന്നു.